ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിന്റെ രണ്ടാമത്തെ ബ്ലോക്കാണ്. ലോജിക് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന യൂണിറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ലോജിക്കിന്റെ ഒരു ജസ്റ്റ് ഒരു പർപ്പസ് എന്താണ്, ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രപ്പോസിഷൻ ആണ്. ഇപ്പൊ നമ്മൾ ലോജിക്ക് പഠിക്കുമ്പോൾ അതിന്റെ ബേസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോജിക്കിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്, പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ പല ടൈപ്പ് ഉണ്ട്, അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എന്താന്ന് പഠിക്കണം, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്താന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് ആണ്. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിൽ 2 ടേംസ് ഉണ്ട്, ആ ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആർഗ്യുമെന്റ് ആണ് അഥവാ സില്ലജിസം ആണ്. ആർഗ്യുമെന്റ്സ് എന്താണ്, പ്രെമിസസ് എന്താണ്, കൺക്ലൂഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സിമ്പിൾ നോട്ട് ഉണ്ട്, ആ ഒരു സിമ്പിൾ നോട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യമേ ലോജിക്കിന്റെ ബേസ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ എന്താന്ന് നോക്കാം. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, സെന്റൻസിനെയാണ്, ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, വാചകങ്ങളെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ സെന്റൻസിനെയും നമുക്ക് പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു സെന്റൻസ് പ്രപ്പോസിഷൻ ആകണമെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 2 ടേംസ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ടേം സബ്ജക്ട് ടേം ആണ്, രണ്ടാമത്തെ ടേം പ്രെഡിക്കേറ്റ് ടേം ആണ്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള സെന്റൻസിനെ നമുക്ക് പ്രപ്പോസിഷൻ എന്ന് പറയാം. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടോ ആ സെന്റൻസിൽ, ആ സെന്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, പ്രപ്പോസിഷൻ എന്ന് പറയാം. ഇനി ഇവിടെ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ദ സെന്റൻസ് അബൌട്ട് ഓർ റിഗാർഡ്. സെന്റൻസ് ആരെ കുറിച്ചിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ സെന്റൻസ് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, അതിനെയാണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഞാനൊരു എന്താണ് ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്. സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്നതിൽ പ്രപ്പോസിഷനിൽ, ഈ ഒരു പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആരാണ്, സോക്രട്ടീസ് ആണ്. കാരണം എന്താണ്, ഈ ഒരു സെന്റൻസ് സോക്രട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസ് എന്തിനെ കുറിച്ചിട്ടാണോ, ആരെ കുറിച്ചിട്ടാണോ പറയുന്നത്, അതിനെയാണ് ആ പ്രപ്പോസിഷന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റിന് കൊടുക്കുന്ന വിശേഷണത്തെയാണ് എന്തെന്ന് പറയുന്നത്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പ്രെഡിക്കേറ്റ് ഈസ് സംതിങ് വിച്ച് അഫേംഡ് ഓർ ഡിനൈഡ്. അപ്പൊ അഫേം ചെയ്യപ്പെടുന്ന, ഡിനൈ ചെയ്യപ്പെടുന്ന ടേമിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുവാണ്. സോക്രട്ടീസ് മോർട്ടൽ ആണ് എന്ന് പറയുവാണ്. അപ്പൊ ആണ് എന്ന് പറയപ്പെടുന്ന ടേം, സോക്രട്ടീ മോർട്ടൽ ആണ് എന്ന് പറയപ്പെടുന്ന ടേം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ വേറൊരു എക്സാമ്പിൾ പറയാണ്, സോക്രട്ടീസ് ഈസ് നോട്ട് മോർട്ടൽ, ഈസ് നോട്ട് മോർട്ടൽ. ഇവിടെ എന്താണ്, സോക്രട്ടീസ് മോർട്ടൽ അല്ല എന്ന് പറയുവാണ്. സോക്രട്ടീസ് മോർട്ടൽ അല്ല എന്ന് പറയുവാണ്. അപ്പൊ ആണ് എന്ന് പറയപ്പെടുന്ന ടേം, അല്ല എന്ന് പറയപ്പെടുന്ന ടേം, ഇവിടെ സോക്രട്ടീസ് മോർട്ടൽ അല്ല എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, സംതിങ് വിച്ച് അഫേംഡ് ഓർ ഡിനൈഡ്. അഫേം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആണ് എന്ന് പറയപ്പെടുന്ന. ഡിനൈ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എന്താണ്, അല്ല എന്ന് പറയപ്പെടുന്ന ടേം. അതായത് സോക്രട്ടീസ് മോർട്ടൽ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആണ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അല്ല എന്ന് പറയപ്പെടുന്ന ടേമിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഒരു പ്രപ്പോസിഷൻ, ഒരു സെന്റൻസ് പ്രപ്പോസിഷൻ ആകുന്നത് എപ്പോഴാണ്, ആ സെന്റൻസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വരുമ്പോഴാണ്. അപ്പൊ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള സെന്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇവിടത്തെ സബ്ജക്റ്റിനെയും ഇവിടത്തെ പ്രെഡിക്കേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. ഈസ് ആണ് കണക്ട് ചെയ്യുന്ന വേർഡ്. ഇപ്പൊ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡിനെ നമ്മൾ പറയുന്ന പേരാണ് കോപ്യൂള. ഇപ്പൊ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കണക്ട് ചെയ്യുന്ന വേർഡിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോപ്യൂള എന്ന് പറയുന്നത്. പ്രപ്പോസിഷൻ പല ടൈപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ള 2 ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്. ഒന്നാമത്തെ പ്രപ്പോസിഷൻ കണ്ടീഷണൽ പ്രപ്പോസിഷനും രണ്ടാമത്തെ പ്രപ്പോസിഷൻ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനും. കണ്ടീഷണൽ പ്രപ്പോസിഷൻ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. നമുക്ക് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ മാത്രം പഠിച്ചാൽ മതി. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലോട്ട് വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തില് സബ്ജക്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട്, പ്രെഡിക്കേറ്റ് ആയിട്ടുള്ള വെറ്റിനെ അഫേം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ്? മഴ പെയ്യുകയാണെങ്കിൽ ഇഫ് ഇറ്റ് റെയിൻസ് ദെൻ ദ ഗ്രൗണ്ട് വിൽ ബി വെറ്റ്. മഴ പെയ്യുകയാണെങ്കിൽ, അതാണ് കണ്ടീഷൻ. കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് നനയുന്നു, അല്ലെ? മഴ പെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് നനയും. അപ്പൊ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ സബ്ജക്ട് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രപ്പോസിഷനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇഫ് യു സ്റ്റഡി വെൽ ദെൻ യു വിൽ ഗെറ്റ് റാങ്ക്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടും എന്ന് പറയണം. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, പ്രപ്പോസിഷൻ വിത്ത് എ കണ്ടീഷൻ. ഒരു കണ്ടീഷനോട് കൂടിയിട്ടുള്ള പ്രപ്പോസിഷനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അൺകണ്ടീഷണൽ പ്രപ്പോസിഷനെയാണ് അൺകണ്ടീഷണൽ പ്രപ്പോസിഷനെയാണെന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിൽ എന്തുണ്ടായിരിക്കില്ല? ഒരു കണ്ടീഷനും ഉണ്ടായിരിക്കില്ല. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ വെറുതെ അങ്ങ് അഫേം ചെയ്യും, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ വെറുതെ അങ്ങ് ഡിനൈ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺകണ്ടീഷണൽ പ്രപ്പോസിഷൻ ആണ്, പ്രപ്പോസിഷൻ വിത്തൗട്ട് എ കണ്ടീഷൻ. ഇവിടെ എന്താണ്? ഇവിടെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ ഒന്നുകിൽ അഫേം ചെയ്യും, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ ഡിനൈ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ പറയാം, പ്രപ്പോസിഷൻ അഫേംസ് ഓർ ഡിനൈസ് സംതിങ് ടു സംതിങ് എൽസ് വിത്തൗട്ട് എ കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ വിത്തൗട്ട് എ കണ്ടീഷൻ. അതാണ് എന്തെന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ക്വാണ്ടിറ്റിയും രണ്ടാമത്തത് ക്വാളിറ്റി. ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് എല്ലായ്പ്പോഴും സബ്ജക്റ്റിന്റെ അടുത്താണ് അല്ലെ? നമ്മൾ സബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു. അപ്പൊ സബ്ജക്റ്റിന്റെ അടുത്താണ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ എണ്ണത്തെയാണ് പറയുന്നത്. അപ്പൊ 2 ടൈപ്പ് ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് യൂണിവേഴ്സൽ ഉണ്ട്, രണ്ടാമത്തത് പർട്ടിക്കുലർ ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൊത്തം ക്ലാസ്സിനെ സബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ മനുഷ്യരും മോർട്ടലാണ്. മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കും എന്നുള്ളതാണ് മോർട്ടലിന്റെ മീനിങ്. അപ്പൊ എല്ലാ മനുഷ്യരും മരിക്കും എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ക്വാണ്ടിറ്റി എന്താണ്? യൂണിവേഴ്സൽ ആണ്. എല്ലാ മനുഷ്യരും അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നു. ഇനി ഇവിടെ വേറെ ഒന്ന് പറയാണ്, കുറച്ചു മനുഷ്യരൊക്കെ മരിക്കും എന്ന് പറയാണ്. അപ്പൊ അവിടെ എല്ലാ മനുഷ്യരും വന്നു? ഇല്ല. അപ്പൊ അവിടുത്തെ ക്വാണ്ടിറ്റി എന്താണ്? പർട്ടിക്കുലർ ആണ്. അപ്പം സബ്ജക്റ്റ് ആയിട്ട് ഒരു മൊത്തം ക്ലാസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്വാണ്ടിറ്റി പർട്ടിക്കുലർ ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് എല്ലായ്പ്പോഴും സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി നമ്മൾ എടുക്കുന്നത് എല്ലായ്പ്പോഴും എവിടെയായിരിക്കും? പ്രെഡിക്കേറ്റിന്റെ മുന്നിലായിരിക്കും. ഇപ്പൊ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ ആണ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അഫേം ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി അഫേമേറ്റീവ് ആയിരിക്കും.
നേരെ മറിച്ച് സബ്ജക്റ്റ് ഇത് അഫർമേറ്റീവ് ആണ്. സോക്രട്ടീസ് മോർട്ടൽ ആണ് എന്ന് പറയുകയാണ്, ഈസ് മോർട്ടൽ എന്ന് പറയുകയാണ്. അപ്പൊ ഈസ് മോർട്ടൽ എന്ന് വരുവാണെങ്കിൽ ഒരു നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി അഫർമേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? സോക്രട്ടീസ് ഈസ് നോട്ട് മോർട്ടൽ എന്ന് പറയുമ്പോഴാണ്. അതായത് പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു നോട്ട് ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ നെഗേറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി നെഗറ്റീവും, ആണ് എന്ന് പറയുകയാണെങ്കിൽ സോക്രട്ടീസ് മോർട്ടൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് അഫർമേറ്റീവും ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ നമ്മൾ എ പ്രപ്പോസിഷൻ അഥവാ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയും. എ പ്രപ്പോസിഷൻ അഥവാ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയും. അപ്പൊ ഈ പേര് ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം യൂണിവേഴ്സൽ ആണ്, ക്വാളിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അഫർമേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ എക്സാമ്പിൾ പറയാം. എന്താണ്? ഓൾ മെൻ ആർ മോർട്ടൽ. ഓൾ മെൻ ആർ മോർട്ടൽ. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി കണ്ടോ? യൂണിവേഴ്സൽ ആയതുകൊണ്ട് ഓള് വന്നു, അഫർമേറ്റീവ് ആയതുകൊണ്ട് നോട്ട് വന്നില്ല, ആർ മോർട്ടൽ എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അപ്പൊ ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആയിരിക്കും, ക്വാളിറ്റി നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഓൾ മെൻ എല്ലാ മനുഷ്യരും സബ്ജക്റ്റിൽ വന്നു, നെഗറ്റീവ് ആയതുകൊണ്ട് ആർ നോട്ട് മോർട്ടൽ എന്ന് പറയുന്നു, ആർ നോട്ട് മോർട്ടൽ എന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ എന്താണ്? ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം, നോ മെൻ ആർ മോർട്ടൽ എന്നും എഴുതാം, നോ മെൻ ആർ മോർട്ടൽ എന്നും എഴുതാം. രണ്ട് രീതിയിൽ നമ്മൾ യൂണിവേഴ്സൽ നെഗറ്റീവ് എഴുതും. ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് നമുക്ക് എഴുതാം, അതേപോലെ തന്നെ നോ മെൻ ആർ മോർട്ടൽ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി പർട്ടിക്കുലർ ആയിരിക്കും അല്ലെ. ആ ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സും സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കില്ല. ഇവിടെ നോക്കിയ മെന്ന് കണ്ടോ? മെന്നാണ് സബ്ജക്റ്റ്. എല്ലാ മെന്നും ഉണ്ടോ? ഇല്ല, കുറച്ച് മനുഷ്യർ മാത്രമേ ഉള്ളൂ. അപ്പൊ ക്വാണ്ടിറ്റി പർട്ടിക്കുലർ ആണ്. ക്വാളിറ്റി എന്താണ്? അഫർമേറ്റീവ് ആണ്, ആർ മോർട്ടൽ എന്നാണ് പറയുന്നത്. സം മെൻ ആർ മോർട്ടൽ എന്നാണ് പറയുന്നത്. കുറച്ച് മനുഷ്യരൊക്കെ മോർട്ടൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഐ പ്രപ്പോസിഷൻ അഥവാ പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി പർട്ടിക്കുലർ ആണ്, ക്വാളിറ്റി നെഗറ്റീവ് ആണ്. ക്വാളിറ്റി നെഗറ്റീവ് ആണ്. പർട്ടിക്കുലർ കണ്ടോ? സമ്മെൻ. നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നോട്ട് വരും കണ്ടോ? ആർ നോട്ട് മോർട്ടൽ. കുറച്ച് മനുഷ്യരൊന്നും തന്നെ മോർട്ടൽ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്, പ്രപ്പോസിഷനിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഇനി ഡിസ്ട്രിബ്യൂഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള. സെയിം എക്സാമ്പിൾ ആണ്. എന്താണ്? എ പ്രപ്പോസിഷൻ അഥവാ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓൾ മെൻ ആർ മോർട്ടൽ ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ ആണ്, അഥവാ നോ മെൻ ആർ മോർട്ടൽ എന്നും പറയും. പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്താണ്? സം മെൻ ആർ മോർട്ടൽ ആണ്. പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സം മെൻ ആർ നോട്ട് മോർട്ടൽ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കാനുള്ളത്. ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആയിട്ടോ പ്രെഡിക്കേറ്റ് ആയിട്ടോ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. കാരണം ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്നതിൽ എത്ര വേർഡ്സ് ഉണ്ട്? മൊത്തത്തില് 4 വാക്കുകളാണുള്ളത്, 4 വേർഡ്സ് ആണുള്ളത്. ടേംസ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ടേംസ് ആണുള്ളത്? വെറും 2 ടേംസ് മാത്രമേ ഉള്ളൂ. ഒന്ന് മെന്നും രണ്ടാമത്തത് മോർട്ടലും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? ഈ ടേം എന്ന് പറയുന്ന വേർഡ് തന്നെയാണ്, പക്ഷേ എല്ലാ വേർഡും ടേം അല്ല, പക്ഷെ എല്ലാ ടേംസും വേർഡാണ്. അപ്പൊ മെൻ എന്ന് പറയുന്ന ഒരു ടേമും ആണ്, അതോടൊപ്പം തന്നെ ഒരു വേർഡും ആണ്. പക്ഷെ ഓൾ എന്ന് പറയുന്നത് ഒരു ടേം അല്ല, വേർഡ് മാത്രമാണ്. അപ്പം വേർഡും ടേമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആയിട്ടോ പ്രെഡിക്കേറ്റ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലുള്ള 2 ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? മെന്നിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കണം, മോർട്ടലിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കണം. അപ്പം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ടേം
ഫുള്ളി റെഫേർഡ് ആണെങ്കിൽ, മൊത്തത്തിൽ പറയപ്പെടുന്നുണ്ടെങ്കിൽ ആ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. മൊത്തത്തിൽ പറയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫുള്ളി റെഫേർഡ് ആയിട്ടുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡും പാർഷ്യലി റെഫേർഡ് ആയിട്ടുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡും ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മെൻ എന്ന് പറയുന്നത് ഫുള്ളി റെഫേർഡ് ആണോ? എല്ലാ മനുഷ്യരും അല്ലെ, ഓൾ മെൻ എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ മനുഷ്യരും ഇവിടെ സബ്ജക്റ്റില് വരുന്നുണ്ട്. അതുകൊണ്ട് എ പ്രപ്പോസിഷന്റെ കാണാണ്ട് പഠിക്കേണ്ടതാണ്, ഒരു ട്രിക്കും പറഞ്ഞുതരാം. എ പ്രപ്പോസിഷന്റെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി പ്രെഡിക്കേറ്റ് എന്താണ്? പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? കാണാണ്ട് പഠിച്ചു വെക്കുക. ഒരു കോഡും പറഞ്ഞുതരാം. എന്താണ്? മോർട്ടല് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം മെൻ എന്ന് പറയുന്ന ടേം ഫുള്ളി റെഫേർഡ് ആണ്, മൊത്തത്തിൽ പറയപ്പെടുന്നുണ്ട്. പക്ഷെ മോർട്ടല് മൊത്തത്തിൽ പറയപ്പെടുന്നില്ല. ഈ മെന്നിന്റെ, ഓൾ മെന്നിന്റെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമേ പ്രെഡിക്കേറ്റ് പറയുന്നുള്ളൂ. മനുഷ്യരുടെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യരുടെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യർക്ക് മാത്രമാണോ മരണമുള്ളത് അല്ലെങ്കിൽ മോർട്ടാലിറ്റി ഉള്ളത്? മരണം ബാക്കിയുള്ള ആനിമൽസിനും ജീവജാലങ്ങൾക്കും പ്ലാന്റ്സിനും ട്രീസിനും ഒക്കെ എന്തുണ്ട്? മോർട്ടാലിറ്റി ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രെഡിക്കേറ്റ് ആരുടെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്? മെന്നിന്റെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എ പ്രപ്പോസിഷനില് സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഒരു കോഡുണ്ട്, ആ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈ രണ്ടാമത്തെ പ്രപ്പോസിഷന്റെ സബ്ജക്റ്റിന്റെയും പ്രെഡിക്കേറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കാനുള്ളത്. ഇവിടെ മെന്നുണ്ട്, ഇവിടെ മോർട്ടൽ ഉണ്ട്. ഓക്കെ ആണല്ലോ. മെൻ ഓൾറെഡി നമുക്കറിയാം ഓൾ മെൻ ആണ്. ഓൾ മെൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും സബ്ജക്റ്റിൽ വരുന്നുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോട്ട് മോർട്ടൽ, ഇവിടെ മോർട്ടല് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഇവിടെ മോർട്ടൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം എന്താണ്? സബ്ജക്റ്റിന്റെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് പറയാത്തത് കൊണ്ട് ഈ മോർട്ടല് ഒരു ജനറൽ മോർട്ടലായിട്ട് മാറി. അതുകൊണ്ട് ഇവിടത്തെ പ്രെഡിക്കേറ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ എന്താണ് ഈ പ്രപ്പോസിഷനില്? ബോത്ത് ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. രണ്ട് ടേംസ്, അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി അടുത്ത പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്ന സിമ്പല് ടിക്ക് മാർക്കും അൺഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്ന സിമ്പല് ഇൻഡു മാർക്കും ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രപ്പോസിഷൻ ഏതാണ്? ഐ പ്രപ്പോസിഷൻ ആണ്, പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. ഇതിന്റെ സബ്ജക്റ്റ് എന്താണ്? ഇതിന്റെ സബ്ജക്റ്റ് എന്താണ്? ഇതിന്റെ സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം എന്താണ്? എല്ലാ മനുഷ്യരെയും കുറിച്ചിട്ട് പറയുന്നുണ്ടോ? കുറച്ച് മനുഷ്യരെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ ഇവിടുത്തെ മോർട്ടൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അല്ല, മോർട്ടലും അൺഡിസ്ട്രിബ്യൂട്ടഡാ. കാരണം എന്താണ്? കുറച്ച് മനുഷ്യരുടെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കുറച്ച് മനുഷ്യർ മാത്രമാണ് മോർട്ടൽ ഉള്ളത്, ബാക്കിയുള്ള മനുഷ്യരും മോർട്ടലാണ്, ആനിമൽസ് മോർട്ടലാണ്, പ്ലാന്റ്സ് മോർട്ടലാണ്. അങ്ങനെ വരുമ്പം ഈ ഒരു പ്രെഡിക്കേറ്റ് ടേമും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ള നാലാമത്തെ പ്രപ്പോസിഷൻ ആണ് പർട്ടിക്കുലർ നെഗറ്റീവ്. പർട്ടിക്കുലർ നെഗറ്റീവിന്റെ സബ്ജക്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആ. കാരണം എന്താണ്? എല്ലാ മനുഷ്യരും സബ്ജക്റ്റിലുണ്ടോ? ഇല്ല, കുറച്ച് മനുഷ്യരെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. മോർട്ടല് അഥവാ ഓ പ്രപ്പോസിഷന്റെ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം എന്താണ്? ഈ കുറച്ച് മനുഷ്യരുടെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഈ മോർട്ടൽ എന്തായിട്ട് മാറും? ഒരു ജനറൽ ടേം ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ കോഡ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഐ പ്രപ്പോസിഷനിൽ എങ്ങനെയാണ്? നൈദർ സബ്ജക്റ്റ് നോർ പ്രെഡിക്കേറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആവില്ല, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അതായത് രണ്ട് ടേംസും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓ പ്രപ്പോസിഷനിൽ എന്താണ്? പ്രെഡിക്കേറ്റ് മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ അസബിനോബ് എന്ന് ഓർത്തിരുന്നാൽ മതി. അസബിനോബ്, സ്പെല്ലിംഗ് തെറ്റിപ്പോരുത്. അസബിനോബ് ഒന്നും കൂടെ പറയാം. എ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. ഈ പ്രപ്പോസിഷനിൽ ബോത്ത് ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഐ പ്രപ്പോസിഷനിൽ നൈദർ സബ്ജക്റ്റ് നോർ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അതുകൊണ്ട് ഐ പ്രപ്പോസിഷനിൽ
സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇനി ഓ പ്രപ്പോസിഷനിൽ പ്രെഡിക്കേറ്റ് മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ ആണല്ലോ, ഇതാണ് കോഡ്. ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കും. അതേപോലെ തന്നെ പ്രപ്പോസിഷൻ എന്താണെന്നും എക്സാമിന് ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ ആണോ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്? ഉറപ്പായിട്ടും സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോക്കിയേ, യൂണിവേഴ്സലിൽ രണ്ടും സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇനി നോക്കിയേ, നെഗറ്റീവ് പ്രപ്പോസിഷൻ ആണോ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, പ്രെഡിക്കേറ്റ് എന്തായി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പറയാൻ സാധിക്കും. ഒന്നും കൂടെ ഈ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇപ്പൊ അവസാനം പറഞ്ഞ ട്രിക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് നോക്കിയേ, നമ്മൾ പറഞ്ഞ ഒരു പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ ആണോ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഒരു പ്രപ്പോസിഷൻ നെഗറ്റീവ് ആണോ അതിന്റെ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഇൻറ്റു മാർക്ക് കൊടുക്കുക. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇനി എന്താണ് ലോജിക് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. നോക്കിയ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ, AEIO പ്രപ്പോസിഷൻ, അതിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഓൾ മെൻ ആർ മോർട്ടലിന് പകരം ഓൾ എസ് ഈസ് പി. എസ് എന്ന് പറയുന്ന സബ്ജക്ട്, പി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്. ഈ എസിലും പിയിലും ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നോ എസ് ഈസ് പി, കാരണം നോ മെൻ ആർ മോർട്ടൽ. ഇത് നമുക്ക് വേറെ രീതിയിലും എഴുതാം. എന്താണ് ഓൾ എസ് ആർ നോട്ട് പി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പം നോ മെൻ ആർ മോർട്ടൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് എഴുതാം. പിന്നെന്താണ് ഐ പ്രപ്പോസിഷനിൽ സം എസ് ഈസ് പി ആണ്, സം മെൻ ആർ മോർട്ടൽ നമ്മൾ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ ഓ പ്രപ്പോസിഷനിൽ സം എസ് ഈസ് നോട്ട് പി, ഇതും നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. എ പ്രപ്പോസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റ് മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആവും, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല, നോട്ട് ദ പ്രെഡിക്കേറ്റ്. ഈ പ്രപ്പോസിഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് ബോത്ത് ദ സബ്ജക്റ്റ് ആൻഡ് ദ പ്രെഡിക്കേറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഐ പ്രപ്പോസിഷനിൽ എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് നൈദർ ടേം, രണ്ട് ടേമും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. ഓ പ്രപ്പോസിഷനിലോട്ട് വരുമ്പോൾ എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് ദ predicate but not the subject. ഓക്കെ, സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല, പക്ഷെ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ആർഗ്യുമെന്റ്, പ്രെമിസസ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അവസാനത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ആർഗ്യുമെന്റ് ആണ് നോക്കാനുള്ളത്. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രപ്പോസിഷൻസിന്റെ സെറ്റിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ സെന്റൻസ് ഉണ്ടായിരിക്കും. സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ആർഗ്യുമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളൊരു ആർഗ്യുമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, പ്രെമിസസ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം രണ്ട് സെന്റൻസുകൾ ഉണ്ടാവും, ആദ്യം രണ്ട് പ്രപ്പോസിഷൻസ് ഉണ്ടാകും. ആ പ്രപ്പോസിഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പ്രപ്പോസിഷൻസ് ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന നമുക്ക് അറിയാത്ത, അതായത് പ്രെമിസസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എത്തിച്ചേരുന്ന സെന്റൻസിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഓൾ മെൻ ആർ മോർട്ടൽ, ഓൾ മെൻ ആർ മോർട്ടൽ, ഇത് ആദ്യത്തെ പ്രെമിസാണ്. ഇനി അടുത്ത് നോക്കിയേ, സോക്രട്ടീസ് ഈസ് മാൻ, സോക്രട്ടീസ് ഈസ് മാൻ. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും പ്രെമിസസ് എന്ന് പറയും. ഈ രണ്ട് സെന്റൻസിനെ നമ്മൾ പ്രെമിസസ് എന്ന് പറയും. ഓൾറെഡി നമുക്ക് അറിയാവുന്നതായിരിക്കും.
നമുക്ക് അറിയാവുന്ന 2 സെന്റൻസുകളായിരിക്കും. ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് അറിയാത്ത ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിച്ചേരും. Therefore സോക്രട്ടീസ്, അതുകൊണ്ട് സോക്രട്ടീസ് എന്താണ്, സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്നുള്ള ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫറൻസ് എന്ന് പറയുന്നത്. അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നതിനെയാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഫറൻസ് എന്താന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇൻഫറൻസ് അനുമാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അനുമാനിക്കുക അല്ലെ. നമ്മൾ ഇപ്പൊ ഒരു ഹില്ലില്, ഒരു മലമുകളില് പുക കണ്ടിട്ട് നമ്മൾ അനുമാനിക്കുവാണ് അവിടെ തീ ഉണ്ട് എന്നുള്ളത്. തീ നമ്മൾ കണ്ടോ? തീ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ പുക കണ്ടിട്ട് അവിടെ തീ ഉണ്ട് എന്ന് നമ്മൾ അനുമാനിച്ചു, ഇൻഫർ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ എവിഡൻസസിൽ നിന്ന് അഥവാ പ്രെമിസസിൽ നിന്ന്, എവിഡൻസസിനെ സെന്റൻസ് ഫോമിൽ എഴുതുമ്പോഴാണ് അതിന് എന്തെന്ന് പറയുന്നത്, പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പം പ്രെമിസസിൽ നിന്ന് അഥവാ എവിഡൻസസിൽ നിന്ന് നമുക്ക് അറിയാത്ത ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫറൻസ് എന്താന്നുള്ളതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഫറൻസ് ഈസ് ദ ഇന്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡിറൈവിംഗ് ന്യൂ ഇൻസൈറ്റ്, പുതിയ നോളജ് അല്ലെ. നമ്മളൊരു പുതിയ നോളജിലോട്ട് എത്തിച്ചേരുന്നു, പുതിയ ഇൻസൈറ്റിലോട്ട് എത്തിച്ചേരുന്നു. എന്തിൽ നിന്നാണ് എത്തിച്ചേരുന്നത്? ഫ്രം എക്സിസ്റ്റിംഗ് നോളജ്, ഓൾറെഡി ഉള്ള അറിവിൽ നിന്നും നമുക്ക് അറിയാത്ത ഒരു നോളജിലോട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്, റീസണിങ് ഉപയോഗിച്ചുകൊണ്ടാണ് അറിയുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് തീയും പുകയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, അത് വെച്ചിട്ട് ഹില്ലിൽ പുക കണ്ടിട്ട് അവിടെ തീ ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കി, അടുത്തത് നോക്കി, വെൻ ദിസ് റീസണിങ് പ്രോസസ് ഈസ് എക്സ്പ്രസ്ഡ് ലിംഗ്വിസ്റ്റിക്കലി. എപ്പോഴാണോ നമ്മൾ ഈ പറയുന്ന ഇൻഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു റീസണിങ് പ്രോസസ്, ഈ റീസണിങ് പ്രോസസ് എന്ന് പറയുന്നത് ഇൻഫറൻസ് ആണ്, ഇത് നമ്മൾ ഭാഷയിലൂടെ, സെന്റൻസിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നടത്തിയിട്ടുള്ള അനുമാനം, ഇൻഫറൻസ്, നമ്മളൊരു സെന്റൻസ് ഉപയോഗിച്ചിട്ട്, 2 or 3 സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും, സീക്വൻസ് ഓഫ് പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രപ്പോസിഷൻ, ഒന്നിൽ കൂടുതൽ സെന്റൻസുകൾ ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻസ് അടങ്ങിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ ഒരു സ്ട്രക്ചർ തരുന്നുണ്ട്. എന്താണ്? പ്രെമിസസ് ആണ്. പ്രെമിസസ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്, നമുക്ക് അറിയാവുന്ന വസ്തുതയാണ് അല്ലെങ്കിൽ അറിയാവുന്ന റീസൺസ് ആണ്. ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ടു സപ്പോർട്ട് ദ കൺക്ലൂഷൻ. കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് നമുക്ക് തരുന്നത് ആരാണ്? പ്രെമിസസ് ആണ്. അപ്പൊ പ്രെമിസസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആണ്, അഥവാ അറിയാവുന്ന കാരണങ്ങളാണ്. അതിൽ നിന്ന് അത് നമുക്ക് എന്ത് ചെയ്യുന്നു? കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാനുള്ള എവിഡൻസ് തരുന്നു. അപ്പം നമ്മൾ കൺക്ലൂഷനിലോട്ട് എത്തിക്കുന്ന ആ എവിഡൻസസിനെ നമ്മൾ സെന്റൻസിന്റെ ഫോമിൽ എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രെമിസസ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ മെയിൻ പോയിന്റ്, സ്റ്റേറ്റ്മെന്റ് ബീയിങ് പ്രൂവ്ഡ് അല്ലെ. നമ്മൾ പ്രെമിസസിൽ നിന്ന് പ്രൂവ് ചെയ്തെടുത്തിട്ടുള്ള ആ സെന്റൻസിന്റെ അല്ലെങ്കിൽ ആ മെയിൻ പോയിന്റിനെയാണ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആ കൺക്ലൂഷൻ എല്ലായ്പ്പോഴും ഒരു പുതിയ നോളജ് ആയിരിക്കും. നമുക്ക് ആ ഒരു പുതിയ നോളജ് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? പ്രെമിസസിൽ നിന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് ആർഗ്യുമെന്റിൽ പഠിക്കാനുള്ളത്. ദ സ്ട്രക്ചർ ഓഫ് ആൻ ആർഗ്യുമെന്റ് ഈസ് ക്രൂഷ്യൽ as validity depends on whether the conclusion logically follows from the premises. അപ്പൊ ഈ പറയുന്ന ആർഗ്യുമെന്റിനെ കുറിച്ചിട്ടാണ്, ആർഗ്യുമെന്റ് സിലജിസം എന്നൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അപ്പം ഒരു ആർഗ്യുമെന്റ് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യണം. നമ്മളിപ്പോ ഒരു ഇൻഫറൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു ഇൻഫറൻസ് അഥവാ റീസണിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ലോജിക്കൽ റൂൾസ് ഫോളോ ചെയ്യണം. ആ ലോജിക്കൽ റൂൾസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് നടത്തേണ്ടത്? റീസണിങ് നടത്തേണ്ടത് അഥവാ ഇൻഫറൻസ് നടത്തേണ്ടത്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും, ഒരു സാധാരണ ചിന്തയാണെങ്കിൽ പോലും, നമ്മൾ ചിന്തിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന ലോജിക്കൽ റൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇൻഫറൻസ് നടത്തണം, അനുമാനം നടത്തണം, റീസണിങ് നടത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? തെറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഫെലേഷ്യസ് ആയിട്ട് മാറും. അതായത് അവിടെ തെറ്റുകൾ ഉണ്ടാവും, അത് എറർ ആയിട്ട് മാറും.
അപ്പൊ ആർഗ്യുമെന്റിൽ ഉണ്ടാകുന്ന തെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാലസീസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത യൂണിറ്റുകളിൽ നമുക്ക് ഫാലസീസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമാണ് അല്ലെ. കൃത്യമായിട്ടുള്ള റൂൾസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചർ എഴുതേണ്ടത്. അപ്പൊ ആ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു കൺക്ലൂഷൻ എന്താണ്, വാലിഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വെദർ കൺക്ലൂഷൻ ലോജിക്കലി ഫോളോസ് ഫ്രം ദ പ്രെമിസസ്. അപ്പൊ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രെമിസസിൽ നിന്ന് ലോജിക്കലായിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് എന്തായിട്ട് മാറും, വാലിഡ് ആയിട്ട് മാറും, ശരിയായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് മാറും. പ്രെമിസസിനെ കൃത്യമായിട്ട് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ലോജിക്കലി ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റ് എന്തായിട്ട് മാറും, ഫെലേഷ്യസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് അല്ലെ. കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ലോജിക്കൽ റൂൾസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ആർഗ്യുമെന്റ് എഴുതാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റിൽ ഫാലസി ഉണ്ടാകും, തെറ്റുണ്ടാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ യൂണിറ്റിൽ നമ്മൾ പറയാത്തതായിട്ട് ഉള്ളത് എന്താണ്, ലോജിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഡെഫിനിഷൻ ആൻഡ് പർപ്പസ് ഓഫ് ലോജിക്, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ലോജിക് എന്നുള്ളത്. അപ്പൊ ലോജിക് എന്ന് പറയുന്നത് എന്താണ്, ലോജിക് സ്റ്റഡീസ് ദ വേസ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ് ആൻഡ് ദ റെഗുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഫോർ വാലിഡ് തിങ്കിങ്. അപ്പം ലോജിക് എന്ന് പറയുന്നത് എന്താണ്, ലോജിക് സ്റ്റഡീസ് ദ വേസ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ്, നോളജ് കിട്ടാനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് ലോജിക്കിലാണ്. ലോജിക് സ്റ്റഡീസ് ദ വേസ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ്, നോളജ് കിട്ടാനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് ലോജിക്കിലാണ്. അതേപോലെ തന്നെ എന്താണ്, ലോജിക് സ്റ്റഡീസ് ദ വേസ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ് ആൻഡ് റെഗുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് വാലിഡ് തിങ്കിങ്. കൃത്യമായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം നിയമങ്ങൾ പാലിച്ചിട്ട് ചിന്തിക്കണം അല്ലെ. റെഗുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് നമ്മളൊരു റീസണിങ് നടത്തിയെങ്കിൽ മാത്രമേ, ഇൻഫറൻസ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ നിയമങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്, ലോജിക്കിലാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എന്താണ് കോർ ഡെഫിനിഷൻ ആൻഡ് പർപ്പസ് ഓഫ് ലോജിക്കിൽ പറയുന്നത്. അപ്പൊ എന്താണ്, ലോജിക് ഈസ് ഡിഫൈൻഡ് ആസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാലിഡ് ഇൻഫറൻസസ്. അപ്പൊ എന്താണ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസണിങ് നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്, കുറേയധികം ലോജിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ. കുറേയധികം ലോജിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് ഇൻഫറൻസ് നടത്തിയെങ്കിൽ മാത്രമേ ആ ഇൻഫറൻസ് എന്താകുള്ളൂ, വാലിഡ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഇൻഫറൻസ് ആകുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള റീസണിങ് ആകുള്ളൂ. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് എവിടെയാണ്, ലോജിക്കിലാണ് പഠിക്കുന്നത്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ഫോർമൽ സിസ്റ്റം ഫോർ ഇവാലുവേറ്റിംഗ് ആർഗ്യുമെന്റ് based on their structure and the relationship between their components. അപ്പം ഇത് എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ലോജിക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്തായിട്ടാണ്, ഒരു ഫോർമൽ സിസ്റ്റം ആയിട്ടാണ്. ഈ ഫോർമൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർഗ്യുമെന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആർഗ്യുമെന്റ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ശരിയാണോ, വാലിഡ് ആണോ, ഫെലേഷ്യസ് ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ലോജിക് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചർ പരിശോധിക്കും. ആർഗ്യുമെന്റിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതേപോലെ തന്നെ ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോമ്പോണൻസ്, ഇതിന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് പ്രെമിസസും കൺക്ലൂഷനുമാണ്. അപ്പൊ പ്രെമിസസ് കൃത്യമായിട്ട് കൺക്ലൂഷനെ ഫോളോ ചെയ്യുന്നുണ്ടോ എങ്കിൽ മാത്രമേ ആർഗ്യുമെന്റ് വാലിഡ് ആകുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത് ആരാണ്, ലോജിക്കാണ്. ഓക്കെ, റാദർ ദാൻ ഡിസ്ക്രൈബിങ് ഹൗ പീപ്പിൾ ആക്ച്വലി തിങ്ക്, എങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നു എന്നുള്ളതല്ല, മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, സത്യത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പറയുന്നത് സൈക്കോളജിയാണ്. അപ്പൊ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന പണിയല്ല ലോജിക്കിൻ്റെത്. ലോജിക്ക് എന്താണ് സെറ്റ് ചെയ്യുന്നത്, കുറേയധികം നിയമങ്ങൾ, കുറേയധികം റൂൾസ്, കുറേയധികം സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് റീസണിങ് നടത്താം, എങ്ങനെ നമുക്ക് ഇൻഫറൻസ് കണ്ടക്ട് ചെയ്യാം, ഇൻഫറൻസ് നടത്താം, ഇതാണ് നമ്മൾ ലോജിക്കിൽ പഠിക്കുന്നത്. അപ്പം എങ്ങനെ റീസണിങ് നടത്താം, നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ റീസണിങ് നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ട് പരിശോധിക്കുന്നത് കൊണ്ട് ലോജിക്കിനെ നമ്മൾ നോർമാറ്റീവ് സയൻസ് എന്നാണ് പറയുന്നത്.
ഓക്കെ, ദിസ് ഡിസിപ്ലിൻ രണ്ട് ടൈപ്പ് സയൻസ് ഉണ്ട്, നോർമാറ്റീവ് സയൻസ് ഉണ്ട്, പോസിറ്റീവ് സയൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബേസിക് പേപ്പേഴ്സിലൊക്കെ അധ്യാപകര് സോഷ്യൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം ലോജിക് എന്ന് പറയുന്നത് ഒരു നോർമാറ്റീവ് സയൻസ് ആണ്. ദിസ് ഡിസിപ്ലിൻ പ്രൊവൈഡ്സ് ആൻ ഇന്റലക്ച്വൽ ടൂൾ കിറ്റ് ടു ഷാർപ്പൻ ക്രിട്ടിക്കൽ ഫാക്കൽറ്റീസ് അലോയിങ് വൺ ടു ഡിസെക്ട് കോംപ്ലക്സ് ആർഗ്യുമെന്റ്. കോംപ്ലക്സ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇന്റലക്ച്വൽ ടൂൾ കിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ലോജിക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൺ ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന ലോജിക്കാണ്. അതേപോലെ തന്നെ ഒരു ആർഗ്യുമെന്റിലുള്ള ഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെന്റിന്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. കൺസ്ട്രക്ട് മോർ പെർസ്യൂസീവ് ആൻഡ് റിലയബിൾ ലൈൻസ് ഓഫ് റീസണിങ്. അപ്പം ശരിയായിട്ടുള്ള, നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന റീസണിങ് കൺസ്ട്രക്ട് ചെയ്യുക, വിശ്വസിക്കാൻ കഴിയുന്ന ഇൻഫറൻസ് ആർഗ്യുമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോജിക്കിന്റെ പ്രധാനപ്പെട്ട പർപ്പസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ.